ചവറ വിദ്യാഭ്യാസ ഉപജില്ലാ കലോത്സവത്തിനാവശ്യമായ വിഭവ സമാഹരണ വണ്ടി പത്തായം നിറ ഫ്ളാഗ് ഓഫ് ചെയ്തു. മത്സ്യഫെഡ് ചെയർമാൻ ടി മനോഹരൻ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. ചവറ വിദ്യാഭ്യാസ ഉപജില്ലാ കലോത്സവത്തിനാവശ്യമായ വിഭവങ്ങൾ സമാഹരിക്കുന്ന വാഹനമാണ് പത്തായം നിറ. പത്തായം നിറയുടെ ഫ്ളാഗ് ഓഫ് മത്സ്യഫെഡ് ചെയർമാൻ ടി മനോഹരൻ നിർവഹിച്ചു. നവംബർ മാസം 11 മുതൽ 14 വരെയാണ് ചവറ സബ് ജില്ലാ കലോത്സവം നടക്കുന്നത്. അതിൻ്റെ വിജയത്തിലേക്ക് ആവശ്യമായ പ്രവർത്തനങ്ങളുടെ ഭാഗമാണ് ഇന്ന് ഇവിടെ പത്തായം നിറയ്ക്കൽ എന്ന പരിപാടി സംഘടിപ്പിച്ചിരുന്നത്. കഴിഞ്ഞ ആഴ്ചയിലായിരുന്നു കരുനാഗപ്പള്ളി സബ് ജില്ലാ കലോത്സവം. ആ കലോത്സവത്തിൻ്റെ 1-2 ദിവസം ഞാനും അതിനകത്ത് പങ്കാളികളായിട്ടുണ്ട്. നമ്മുടെ സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ അധീനതയിലുള്ള സ്കൂളിലാണ് ആ പരിപാടികൾ നടന്നത്. അതുകൊണ്ട് തന്നെ അവിടെ മിക്കപ്പോഴും ഞാൻ പോകുന്നുണ്ട്. ഒറ്റവാക്കിൽ പറഞ്ഞാൽ കരുനാഗപ്പള്ളി സബ് ജില്ലാ കലോത്സവം ഉഗ്രനായി. ഒറ്റവാക്കിൽ പറഞ്ഞു കുട്ടികളുടെ കഴിവുകളും മികവുകളും ആരോഗ്യകരമായ മത്സരങ്ങളെ പ്രകടിപ്പിക്കുന്ന അത്ഭുതകരമായ കാഴ്ചയാണ് കരുനാഗപ്പള്ളിയിലെ സ്കൂൾ വിഭവോത്സവത്തിൽ കാണുവാൻ കഴിയുന്നത്. ചവറ എഇഒ അനിത ടി.കെ കുട്ടികൾ സമാഹരിച്ച വിഭവങ്ങൾ ഏറ്റുവാങ്ങി. നമ്മൾ പത്തായം നിറ ഇവിടെ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞു. നമ്മുടെ ഈ വർഷത്തെ കലോത്സവം എന്ന് പറയുന്നത് വലിയൊരു ഉത്സവമാക്കി മാറ്റി. അതേപോലെ തന്നെ നമ്മുടെ രുചികരമായ ഭക്ഷണത്തിന് ആവശ്യമായ എല്ലാ സാധനങ്ങളും സ്കൂളുകളിൽ തയ്യാറാക്കി വെച്ചിട്ടുണ്ടാവും. അതിൻ്റെ ഒരു ഉദ്ഘാടനമാണ് ഇവിടെ നമ്മൾ നടത്തുന്നത്. ഇപ്പോൾ ഇവിടുന്ന് വണ്ടി പോയി എല്ലാ സ്കൂളുകളിലും പോവുകയാണ്. ഇന്ന് മുതൽ ഇന്നും നാളെയും ഒക്കെ ആയിട്ട് പോവുകയാണ്. ചവറ GHSS പ്രിൻസിപ്പൽ പി അർച്ചന അധ്യക്ഷത വഹിച്ചു. അധ്യാപകരായ എസ് സബിത, RB ശൈലേഷ് കുമാർ, ഫുഡ് കമ്മിറ്റി കൺവീനർ ഷാജു എച്ച്, സരിത GS, റിസപ്ഷൻ കമ്മിറ്റി കൺവീനർ S രാജേന്ദ്രൻ, MK സജിത, PTA പ്രസിഡന്റ് അജന്ത അനൂപ, PTA വൈസ് പ്രസിഡന്റ് KE ബൈജു, ജോൺ ഫെർണാണ്ടസ് തുടങ്ങിയവർ പങ്കെടുത്തു. വിഭവ സമാഹരണ വണ്ടി ഉപജില്ലയിലെ എല്ലാ സ്കൂളുകളിലും എത്തി വിഭവ സമാഹരണം നടത്തി. ന്യൂസ് ബ്യൂറോ, ചവറ.